പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും അതിൽ ഇന്ത്യക്കാരൊരു പാർട്ടാണ്. ആ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യക്കാർ പാർട്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ വേറെ ഇതിൽ പറയും, ഇവിടെ എന്ത് ബ്രാൻഡുകളാണ് ഉള്ളത്? ഇപ്പോൾ കെൽട്രോൺ തുടങ്ങിയ സമയത്ത് തന്നെ LG സാംസങ്ങോ കൊറിയയിലൊക്കെ തുടങ്ങിയെന്ന് പറയുന്നു. അപ്പോൾ LG എവിടെ കിടക്കുന്നു, കെൽട്രോൺ എവിടെ കിടക്കുന്നു? അപ്പോൾ അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിലൊക്കെ നമ്മൾ ആ സ്റ്റാർട്ടപ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയിട്ട് അച്ചീവ് ചെയ്യുന്ന, പക്ഷേ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനെ അണ്ടർമൈൻ ചെയ്യുന്ന സ്റ്റെപ്സാണ് ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാർട്ടപ്പ് മിഷനിൽ വന്ന ഒരു ആളുമായി സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത്, ഒരു 100 സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ട് ചെയ്താൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 1% ഒക്കെ വരുന്നത്. 1% അത് തന്നെയാണ്. 100 ഒരു 1% സക്സസ്ഫുൾ റേറ്റ് എന്ന് പറഞ്ഞാൽ 1%. പക്ഷേ അത് വേറൊരു സൂചിക. ഞാൻ ചോദിക്കുന്നത്, ഈ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് വിമൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2012-14 സമയത്താണ് കേരളത്തിലാണ് ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു ഫോക്കസ് വന്നു തുടങ്ങിയത്. പിന്നെയാണ് ന്യൂഡൽഹി അത് ഏറ്റെടുത്തത് നാഷണൽ ലെവലിൽ. അവിടെ ഇന്ത്യക്ക് പറ്റിയ ഒരു പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നോളജി കമ്പനിയാണ്. പുതിയ ബിസിനസ്സുകൾ എന്നും ഉണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ന്യൂ ടെക്നോളജി കമ്പനി. അങ്ങനെയായിരുന്നു സിലിക്കൺ വാലിയിൽ സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്കിൻ്റെ പ്രയോഗം. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇവർ ഇതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഏത് പുതിയ ബിസിനസ്സും സ്റ്റാർട്ടപ്പായി. അപ്പോൾ ടെക്നോളജി കമ്പനി എന്ന് പറയുമ്പോൾ ടെക്നോളജി കമ്പനി ഈസ് ഓൾ അബൌട്ട് ഇന്നോവേഷൻ. അപ്പോൾ 5 വർഷം കഴിഞ്ഞും 10 വർഷം കഴിഞ്ഞും ഫീസിബിൾ ആകുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങാൻ സാധിക്കുന്ന ടെക്നോളജി ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് 5-10 വർഷം മുമ്പ് ഇരുന്ന് R&D ചെയ്ത് ട്രയൽസ് ആൻഡ് എറർ നടത്തി കറക്റ്റ് ചെയ്ത് അതിലൊരു 10 എഫേർട്ട് ഫെയിലായി 11ാമത്തെ എഫേർട്ട് സക്സസ് ആവുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫെയിലിയർ സംഭവങ്ങൾ, ദാറ്റ് പ്രോപ്പർട്ടി ക്യാൻ ബി അസൈൻ ടു ടെക്നോളജി സ്റ്റാർട്ടപ്സ്. യു കനോട്ട് അസൈൻ ദാറ്റ് പ്രോപ്പർട്ടി ഇൻ ജനറൽ ടു ഓൾ സ്റ്റാർട്ടപ്സ്. ഇറ്റ്സ് എ വെരി സ്പെഷ്യലൈസ്ഡ് ഏരിയ. അപ്പോൾ അത് ഫെയിൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് തുടങ്ങി. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പുതിയ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡീപ് ടെക് ആയിരുന്നു. ഇവർ പിടിച്ച എല്ലാത്തിനെയും സ്റ്റാർട്ടപ്പ് എന്ന് വിളിച്ചു. അത് ഫെയിൽ ആയതുകൊണ്ടാണ് ചൈനീസ് സ്റ്റാർട്ടപ്സിനെ പോലെയുള്ള സ്റ്റാർട്ടപ്സ് ഇന്ത്യയിൽ ഇപ്പോൾ ബാറ്ററി ടെക്നോളജിയിലോ ഡ്രോൺ ടെക്നോളജിയിലോ ഒന്നും ഇല്ലാത്തത്. അത് റിയലൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇതിന് നമ്മൾ ഈ ജനറലൈസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ ഒരു ഫെയിൽഡ് ഓർഗനൈസേഷനാണ് എന്നെ സംബന്ധിച്ച്. ഞങ്ങൾ വിലയിരുത്തുമ്പോൾ അത് ടെക്നോളജി സ്പേസിലെ ഒരു അമേരിക്കയിലും വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേം എടുത്ത് ഇവിടെ വന്നിട്ട് അതിൻ്റെ മീനിങ് മാറ്റിക്കളഞ്ഞ് അതിനെ ജനറലൈസ് ചെയ്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാതെ, അത് നമ്മുടെ ഗവൺമെൻറ് മെഷീനറിയുടെ ഒരു വലിയൊരു വീക്ക്നെസ് ആണത്. They are not capable of specialized activities. They don't have the clarity. മനസ്സിലായോ? I'm very sorry to say this. If you look at IAS officers who are appointed in Fort Kochi, junior level Fort Kochi, sub-collector, district collector level, if you look at their background, I have noticed this. They're all exam writers. എക്സാം എഴുതി എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി, നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി, വീണ്ടും 2-3 തവണയൊക്കെ എഴുതി IAS എടുക്കുന്നു. They have no work experience. So പൊളിറ്റീഷ്യൻസിന് ഒരു സൈഡിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. IAS ഉദ്യോഗസ്ഥർക്കും ഒരു മിഡിൽ ഏജ് IAS ഉദ്യോഗസ്ഥർക്ക് മിഡിൽ ഏജിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് ഈ ഗവൺമെന്റ് മെഷീനറിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുള്ളൂ. സോ യു ഹാവ് 2 segments of people in the government machinery who have practically no work experience other than their experience in politics or government machinery. അപ്പോൾ അവർക്ക് ഇതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഇല്ല. ദേ ഫോൾ ഫോർ ദിസ് മാർക്കറ്റിംഗ് ജാർഗൻസ് ആൻഡ് ദേ വർക്ക് അറൗണ്ട് ദിസ്, ദേ വർക്ക് വിത്ത് ദീസ് മാർക്കറ്റിംഗ് ജാർഗൻസ്. അപ്പോൾ ഇങ്ങനൊരു വലിയൊരു ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കേപ്പബിലിറ്റി, ഗവൺമെൻറ് മെഷീനറിയുടെ ഒരു കേപ്പബിലിറ്റി, അതൊരു ആവറേജ് മലയാളിയെ സംബന്ധിച്ച് ദാറ്റ്സ് ദ പ്രോബ്ലം. നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ മൊബിലിറ്റി യിലൂടെ ഒരു പെർട്ടിക്കുലർ സോഷ്യൽ സ്ട്രാറ്റയിൽ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും എത്തിയിട്ടുള്ള യുവാക്കളെ സംബന്ധിച്ച് അവർ നോക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കും രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുള്ള വലിയൊരു നിലവാരക്കുറവുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം മറികടക്കാനുള്ള സോഷ്യൽ എഫേർട്സ് നമുക്ക് എടുത്താലേ അത് പറ്റും. അതുകൊണ്ടാണ് പലരും അബ്രോഡ് എല്ലാവരും ഇപ്പോൾ ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് അവരൊരു കോഴ്സ്
പഠിച്ചിട്ട് പുറത്തോട്ട് പോകാന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ ഇപ്പം നമ്മുടെ അടുത്തൊക്കെ ആരാവണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ഡോക്ടറോ പോലീസോ അങ്ങനെ എന്തെങ്കിലും പറയുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻ്റ് അടുത്ത് ചോദിച്ചാൽ അവർ പറയും എനിക്ക് അയർലൻഡിൽ പോകണം, ജർമ്മനിയിൽ പോകണം, ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ള ആ ഒരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ അല്ല നമ്മുടെ. അത് വിമല് പറഞ്ഞത് കറക്റ്റാണ്. അതായത് ഈ ഇപ്പോൾ എവ്രി കിഡ് ഒരു നമ്മളൊക്കെ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഇവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വിത്തൗട്ട് എക്സെപ്ഷൻ എവ്രി വൺ വാണ്ട്സ് ടു ലീവ്, ദേ വോണ്ട് ടു ലീവ്. അപ്പോൾ അത് ഭയങ്കര ക്ലിയർ ആണ്. അപ്പോൾ അവിടെയും പക്ഷെ ചലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ വർഷങ്ങളും പതിറ്റാണ്ടുകളായിട്ട് ചെന്ന രാജ്യങ്ങളിൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കറക്ഷൻ ഇവിടെ കറക്ഷൻ കുറച്ച് വേണ്ടി വരും എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ഇപ്പോൾ വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്. ഒരു ഗവൺമെന്റ് ശരിയല്ലെങ്കിൽ വേറെ ഗവൺമെന്റ് വർക്ക് ചെയ്യും. അത് കേരള ഗവൺമെന്റ് ശരിയല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് ബെറ്റർ ആയിരിക്കും, കർണാടക ഗവൺമെന്റ് ചിലപ്പോൾ അതിലും ബെറ്റർ ആയിരിക്കും. ഇതുപോലെയല്ല, നമ്മളൊരു ഒതുങ്ങിയ ഒരു ഇതല്ല, നമുക്ക് ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ എന്താ പറയുക, ഈ റോഡുകളൊക്കെ ഡെവലപ്പ് ചെയ്തതിന്റെ ഒരു വലിയൊരു, പിന്നെ ഈ കാറുകളുടെ ഒക്കെ ഉപയോഗം കൂടിയതുകൊണ്ടും അത് അഫോർഡബിൾ ആയതുകൊണ്ടൊക്കെ ട്രാവൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാവുന്നു. ട്രാവൽ ചെയ്ത് ശീലിച്ചു തുടങ്ങി. ഫോർ ട്രാവലിംഗ് യുവാക്കൾ ട്രാവൽ ചെയ്ത് തുടങ്ങി. അതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ പല നാടുകളും കണ്ടു കഴിയുമ്പോൾ ഈ ഇന്ന നാട്ടിൽ തന്നെ ജീവിച്ചു മരിക്കണം എന്നുള്ളൊരു കമ്പൾഷൻ പോവും. അതൊക്കെ കുറെ ഇമോഷണൽ ആണല്ലോ. അതിപ്പോ എനിക്കുണ്ട് കുറച്ചൊക്കെ. പക്ഷെ നമ്മളിപ്പോ റാഷണലായിട്ട് ചിന്തിക്കുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. അത് പക്ഷെ ചെറുപ്പത്തിലെ പല നാടുകളൊക്കെ കണ്ട് ആ ഇമോഷൻ ഉണ്ടാവണമെന്നില്ല പലർക്കും. ദാറ്റ് ഇസ് സെൻസിബിൾ. അപ്പോൾ ദാറ്റ് ഇസ് എ വേ ഔട്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് പഴയ പൊളിറ്റിക്കൽ പാർട്ടീസ് അപ്പൊളിറ്റിക്കൽ ആയിട്ടുണ്ട്. ദർ ഹൈലി അപ്പൊളിറ്റിക്കൽ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരും CPM തമ്മിൽ എന്ത് ബന്ധം? എന്താ അവർ തമ്മിലുള്ള ബന്ധം? പിണറായി വിജയൻ സർക്കാർ ഒരു നല്ലൊരു കോർപ്പറേറ്റ് സംവിധാനം, അയാൾ നല്ല ഡിസിപ്ലിൻഡ് ആണ്. അയാൾക്ക് കുറച്ച് ഈ പറഞ്ഞ കോർപ്പറേറ്റ് അല്ലെങ്കിൽ വർക്ക് പ്ലേസ് വാല്യൂസ് ഉണ്ട്. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യും. അത് ടൈം ബൗണ്ട് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒക്കെയുള്ള നിർബന്ധമുള്ള ആ ഡിസിപ്ലിൻ ഉണ്ടല്ലോ. ആ ഡിസിപ്ലിനുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഡിസിപ്ലിനുള്ള ഒരാളാണ് നരേന്ദ്രമോദി. അപ്പോൾ ഇനിയും UDF ഗവൺമെൻറ് അധികാരത്തിൽ വരണമെങ്കിൽ തന്നെ അങ്ങനെ ഡിസിപ്ലിൻഡ് ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിലാണ് അധികാരത്തിൽ വന്നാൽ തന്നെ തുടരാൻ പറ്റുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന സർവീസും കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് വരുത്തി അതിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാവുന്ന ലീഡർഷിപ്പിലും അല്ലെങ്കിൽ അത്തരം ടീമുകൾക്കൊരു പ്രസക്തി വരുന്നു. അതിനപ്പുറത്തേക്ക് അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനൊന്നും വലിയ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ പറഞ്ഞവരുടെയൊക്കെ ഒരു മാനേജ്മെന്റ് ക്വാളിറ്റിയാണ്. പിണറായി വിജയൻ അങ്ങനെയാണല്ലോ പറയണത്, മുണ്ടുടുത്ത മോഡി എന്ന രീതിയിലും അദ്ദേഹത്തെ വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മേ ബി ലൈക്ക് അവരുടെ മാനേജ്മെന്റ് ആയിരിക്കാം അവർക്ക്. ഈ പലരും ഈ ഒരു സ്ട്രോങ് ലീഡർഷിപ്പിനെ എതിർക്കുന്നതുകൊണ്ടാണ്, സ്ട്രോങ് ലീഡർഷിപ്പിനോടുള്ള എതിർപ്പാണ് മോഡിയോടും പിണറായി വിജയനോടും കാണിക്കുന്നത്. ഇഫ് യു അവരെ എതിർക്കുന്ന ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ പലരും ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്ത ആൾക്കാരാണ്. ഈ യാതൊരു ഡിസിപ്ലിൻ ഇല്ലാതെ നടന്ന് അടച്ചിട്ട മുറിയിൽ നിന്ന് എന്തോ ആലോചിച്ച് കൂട്ടി പറഞ്ഞ് നമ്മൾ പിണറായി വിജയൻ നരേന്ദ്രമോദിയൊക്കെ എതിർക്കേണ്ട പല കാര്യങ്ങളുണ്ടാകും. പക്ഷെ പലപ്പോഴും എതിർക്കുന്നത് അവരുടെ ഒരു സ്ട്രോങ് വ്യക്തിത്വം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പ് കൊണ്ട്. ലീഡർഷിപ്പ് ഇല്ലാതെ ഏതൊരു സർക്കാരിനും പ്രോപ്പറായിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വിത്ത് ഓൾ ദീസ് പ്രോബ്ലംസ് ദാറ്റ് വി ഡിസ്കസ്ഡ്, ഇതെല്ലാം ടാക്കിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അതിനൊരു കഴിവ് വേണ്ട. ഇതൊന്നും അവർക്കൊന്നും അറിയാണ്ടൊന്നുമല്ല. ദേ ഹാവ് കമ്പൾഷൻസ് ടു ഹാൻഡിൽ ഇറ്റ്. അല്ലെങ്കിൽ അവർക്ക് ബാഗേജ് ഉണ്ട്. ഇപ്പോൾ പുതിയൊരു പാർട്ടി വന്നിട്ടാണ് കേരളത്തിൽ 5.5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുതലാണ്, അത് 3.5 ലക്ഷം മതി എന്ന് പുതിയൊരു പാർട്ടിക്കേ പറയാൻ പറ്റുള്ളൂ. നിലവിലെ എക്സിസ്റ്റിംഗ് പാർട്ടിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ തന്നെയാണ് അവരുടെ ആളുകൾ തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അവരുടെ ട്രേഡ് യൂണിയൻസ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യണ എഫക്റ്റ് ആവും. ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കേരളം V4 കൊച്ചി എന്ന സംഘടനയെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ജനങ്ങളോട് നമുക്ക് ചോദിക്കാനുള്ളത് 5%, 10% ഒക്കെ വളർച്ച മതിയെങ്കിൽ LDFനും UDF ഒക്കെ തന്നെ വോട്ട് ചെയ്തു, NDAക്കൊക്കെ വോട്ട് ചെയ്തു. കാര്യമായ മാറ്റങ്ങൾ വരണമെങ്കിൽ ഒരു നവയുഗ രാഷ്ട്രീയം ഏറ്റെടുക്കണം. അപ്പോൾ ആ ഒരു സെൻസിബിലിറ്റി
ബഹുഭൂരിപക്ഷം ആളുകളിലേക്ക് വരുമ്പോൾ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മളൊരു ആധുനിക ലോകത്തിൻ്റെ ഒപ്പം നിൽക്കാവുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഈ ഡിലേഡ് ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, 30 വർഷം മുമ്പ് നടക്കേണ്ട സാധനങ്ങൾ ഇപ്പോൾ വരും. അപ്പോൾ അതിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ പോട്ടെ. സോ അപ്പോൾ യൂത്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും. ശ്രീ നിപുൺ ചെറിയാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഈ വക തലവേദനകൾ കൊണ്ട് അങ്ങേക്ക് കുറേ കേസുണ്ട്, ജയിലിൽ കിടന്നു, കുറേ കാര്യങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ അങ്ങേക്ക് ഒരു ഫാമിലി ഉള്ളതാണ്. അപ്പോൾ അങ്ങേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതിനകത്തോട്ടൊന്നും വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നേരത്തെ ആണോ വരുന്നത്. അതായത് ദ ലേണിംഗ് ദാറ്റ് ഐ വെൻ ത്രൂ, ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ ദ ലേണിംഗ് ദാറ്റ് ഐ വെൻ ത്രൂ നമുക്ക് വീട്ടിലും സ്കൂളിലും കോളേജിലും കിട്ടിയ വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ ഒരു വിദ്യാഭ്യാസ ഘട്ടമായിട്ടാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു കാണുന്നത്. അത് ആസ് എ പേഴ്സൺ, ആസ് എൻ ഓൺടർപ്രണർ, ആസ് എ ബിസിനസ് മാൻ, ആസ് എ പേഴ്സൺ ഹു ഈസ് ഇൻ്റർഫിയറിംഗ് ഇൻ ദി സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് in the place where I live, it is helping me, and it has helped me, it is continuing to help me. So as a വ്യക്തി എന്നെ വളരെയധികം വളരാൻ ആയിട്ട്, ഒരു പൂർണ്ണ വ്യക്തിയായിട്ട് മാറാനായിട്ട്, അതായത് നമുക്ക് ഈ മനുഷ്യനും മൃഗം തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്താണ്? നമുക്കൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ട് മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച്. ആ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം ഞാൻ പ്രയോഗിച്ചപ്പോഴാണ് ഈ കേസും കൂട്ടൊക്കെ ആയിട്ട് വന്നത്. ഇഫ് യു സി, ഇപ്പോൾ ഹൈക്കോടതി എന്നെ കോടതി ലക്ഷ്യത്തിന് ശിക്ഷിച്ചു. എന്താണ്? ഞാൻ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളൂ. കോടതിക്കെതിരെ അങ്ങനെ ഒരു അഭിപ്രായം സ്കാൻഡലൈസ് ചെയ്യാൻ പാടില്ലെന്ന് കോടതി. ആ നിയമം ഇംഗ്ലണ്ടിൽ എടുത്തു കളഞ്ഞിട്ട് 10 പതിറ്റാണ്ടുകളായി. ആ നിയമം, ആ വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് ഞങ്ങളുടെ ആർഗ്യുമെന്റ്. അത് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. ആ കേസ് ഹൈക്കോടതിക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റിയ സ്കാൻഡലൈസിങ് ദ കോർട്ട് എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ തന്നെ ഇന്ന് നമ്മൾ പറയുന്ന വികസിത വിദേശ രാജ്യങ്ങളിൽ ഇല്ല. അവിടെ എന്നെപ്പോലെ ആളുകൾ വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മളുടെ ജുഡീഷ്യറി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജുഡീഷ്യറി ആയതുകൊണ്ടും അതിനകത്ത് ഈ പറഞ്ഞ ഫ്യൂഡൽ എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ടൊക്കെ തന്നെ അതെടുത്ത് അതിക്രമം കാണിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ടും ആ അഭിപ്രായങ്ങൾ എനിക്ക് വീണ്ടും പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്കാൻഡലൈസിങ് ദ കോർട്ട് എന്നുള്ള പ്രൊവിഷൻ അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അവരുപയോഗിക്കുന്നതിൻ്റെ ഏത് രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി, അതേ കോടതിക്കെതിരെയുള്ള വിമർശനങ്ങൾ അവർക്ക് ഈ സ്കാൻഡലൈസിങ് ദ കോർട്ട് എന്നുള്ള വകുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് പിന്നീട് കൃത്യമായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ജയിലിൽ കിടക്കാൻ മടിയില്ല എന്ന് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം പറയുന്നത് ഞാനത് നേരിടുമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രീഡം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ V4 കൊച്ചിയുടെ യോഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. V4 കൊച്ചിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ അടുത്ത 5 വർഷം, പുതിയൊരു സർക്കാർ വരുള്ളൂ, അപ്പോൾ LDF UDF അധികാരത്തിൽ വരും. V4 കൊച്ചിയുടെ അംഗങ്ങളും V4 കൊച്ചിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളും അടുത്ത 5 വർഷം ഭരണകക്ഷി അംഗങ്ങൾ, ഭരണകക്ഷിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടോ, അവരെയും കാലം പുരോഗതി നേടും കമ്പയർഡ് ടു ദംസെൽഫ്സ്. കഴിഞ്ഞ 5 വർഷത്തെക്കാളും അടുത്ത 5 വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. കാരണം എങ്ങനെ പുരോഗതി? ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡിലെ ഡിഫറൻസ്. ഞങ്ങൾ ഹ്യൂമനിസ്റ്റുകളാണ്, അവർ സോഷ്യലിസ്റ്റുകളാണ്. അധികാരവും അഴിമതിയോടൊപ്പം കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് അധികാരത്തിന്റെ വില പോയി. സംസ്ഥാന സർക്കാരിന് അധികാരത്തിന് ഉപയോഗിച്ച് എന്താ, നിങ്ങൾക്ക് ഒരു ബാക്ക്ഡോർ ജോലി വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ PSCയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് സർക്കാർ ജോലിക്ക് കയറാൻ പറ്റും. സർക്കാർ ജോലി കയറിയിട്ട് നിങ്ങൾ എന്തുണ്ടാക്കും? സർക്കാർ ജോലിയിൽ കിട്ടാവുന്ന അവസരങ്ങളെക്കാളും കൂടുതൽ പുറത്തില്ലേ? മികവ് നേടാനുള്ള അവസരങ്ങൾ പുറത്തില്ലേ? ആ സെക്യൂരിറ്റിയുടെ പിന്നാലെ പോകുന്നവരാണ് ഈ ഭരണകക്ഷിയുടെ കൂടെ നിൽക്കുന്നവരൊക്കെ അല്ല, ഒരു പരിധി വിട്ട് ഭരണകക്ഷി കുറെ. അപ്പോൾ ഇവിടുത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടികളുടെയും ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിന്റെ ഒക്കെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളുകൾ അവരുടെ കഴിഞ്ഞ 5 വർഷത്തിൽ ജീവിതത്തിൽ നിന്ന് ഡെഫിനറ്റ്ലി ദേ വിൽ മേക്ക് പ്രോഗ്രസ്. അതിലും കൂടുതൽ പ്രോഗ്രസ് ഞങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തിനെക്കാളും കൂടുതൽ പ്രോഗ്രസ് ഞങ്ങളുടെ അടുത്ത വർഷത്തിൽ ഉണ്ടാക്കും. അവരുമായിട്ടുള്ള കമ്പാരിസൺ, ഞങ്ങളുടെ പ്രീവിയസ് 5 years ആയിട്ട് കമ്പാരിസൺ. യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന വളർച്ച ഒന്നുമല്ല. രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കെട്ടിപ്പിടിച്ച്, ഇപ്പോൾ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസും എൽ ഡി എഫും BJP, UDF LDF BJPയിലെ സഖ്യകക്ഷികളൊക്കെ ആയിട്ട് അവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ടല്ലോ, സർക്കാരും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ കെട്ടിപ്പടുത്തിയിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കുണ്ടാകുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ ഡിലേഡ് വളർച്ചയായിരിക്കും. നാട്ടിൽ മൊത്തത്തിലുള്ള പൊതു സമ്പത്തിൽ കാണുന്ന ഒരു ഡിലേഡ് വളർച്ച തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ.